എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ? തന്നിരിക്കുന്നവയിൽ ഏതാണ് എക്സാമ്പിൾ ഓഫ് ഇതൊരു ഇൻഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇൻഡയറക്ട് അല്ലേ? എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയും ക്വസ്റ്റ്യൻ കിട്ടാൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ? എ ന്യൂ കാസ്റ്റർ ഡെലിവേഴ്സ് വെദർ റിപ്പോർട്ട്. ഒരു ന്യൂസ് വായിക്കുന്നവൻ എന്തോ ആയിക്കോട്ടെ, അവൻ ഒരു പുള്ളി വെദർ റിപ്പോർട്ട് ഡെലിവർ ചെയ്യുന്നു 6 o'clock ഒരു 6 മണിക്കുള്ള വാർത്തയിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഇത് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ ആണോ മീഡിയ കമ്പനി? ടു ഫ്രണ്ട്സ് ഗോസിപ്പ് വിത്ത് വൺ അനദർ. രണ്ട് ഫ്രണ്ട്സ് വ്യക്തമായിട്ട് അവര് ഗോസിപ്പിംഗ് ചെയ്യുന്നു. സ്റ്റുഡൻസ് വർക്ക് ഓൺ ദ ക്ലാസ് പ്രോജക്ട് ടുഗദർ. എ പൊളിറ്റീഷ്യൻ അഡ്രസ്സിംഗ് എ നോമിനേറ്റിംഗ് കൺവെൻഷൻ. തന്നിരിക്കുന്നവയിൽ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്? മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഏതാണ്? എന്തായിരിക്കും ആൻസർ? വരും ഒരു ന്യൂസ് റിപ്പോർട്ടർ വെദർ റിപ്പോർട്ട് അയാള് 6 മണിക്ക് വാർത്തയിൽ പറയുന്നു. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ മീഡിയേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. കമ്പയറിംഗ് വിത്ത് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. Comparing with small group communication in organizational communication is option A. Feedback is easier and more immediate. Communication roles are more formal. Messages can be better adapted to specific needs of the receiver. People are closer to one another in space. നോക്കൂ, കമ്പയറിംഗ് ഒരു ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനില് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നിരിക്കുന്നവയിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നു? ഫീഡ്ബാക്ക് ഈസിയർ ആണോ, ഇമ്മീഡിയറ്റ് ആണോ? ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യമേ കിട്ടാൻ ഭയങ്കര മനസ്സിലാക്കാൻ പാടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ കമ്പയറിംഗ് സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെ കമ്പയർ ചെയ്യുക. എവിടെ? ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷനിൽ സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനെ കമ്പയർ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്യുന്നു? ഫീഡ്ബാക്ക് ഈസിയർ ആണ്, മോർ ഇമ്മീഡിയറ്റ് ആണ്, കമ്മ്യൂണിക്കേഷൻ റോൾസ് ഫോർമൽ ആണ്, messages can be better adapted to specific needs of the receiver, people are closer to one another in space. കമ്മ്യൂണിക്കേഷൻ റോൾസ് എപ്പോഴും ഫോർമൽ ആയിരിക്കും അല്ലെ? കമ്മ്യൂണിക്കേഷൻ റിസീവ്സ് എപ്പോഴും സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. 3 മുതൽ 15 പേരും അടങ്ങുന്ന ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആയിരിക്കും. അവിടെ ഒരു എന്താ പറയാ, ഒരു വി ഫീലിംഗ് ഉണ്ടായിരിക്കും അവിടെ അല്ലെ? കമ്മ്യൂണിക്കേഷൻ റോൾസ് എപ്പോഴും അവിടെ ഫോർമൽ ആയിരിക്കും. ആസ് പെർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, interpersonal communication is irreversible. Means, as per the principles of communication, interpersonal communication is irreversible. Means option A, option B, option C. ഏതായിരിക്കും ആൻസർ? once communication begins, option D, all of the ഇതെല്ലാം തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ഒരുപാട് പ്രിൻസിപ്പിൾസ്, സിമ്പതി പ്രിൻസിപ്പിൾ, ഒബ്ജക്ടിവിറ്റി പ്രിൻസിപ്പിൾ, ലിസണിങ് പ്രിൻസിപ്പിൾ, കോൺടാക്ട് അല്ലെ? ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു പോയതാണ്. പ്രിൻസിപ്പിൾസ് എല്ലാം വായിച്ചോളാം. അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ഇന്ററാക്ഷൻ പെർസ്പെക്റ്റീവ്. ഫീഡ്ബാക്ക് ഈസ്, അക്കോർഡിംഗ് ടു ദ സ്റ്റേറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ഇന്ററാക്ഷൻ പെർസ്പെക്റ്റീവ്. ഫീഡ്ബാക്ക് ഈസ് നെവർ ഇന്റൻഷണൽ. കമ്മ്യൂണിക്കേഷൻ ഈസ്, ഇപ്പൊ ക്വസ്റ്റ്യൻ നല്ല വായിക്കുക. അക്കോർഡിംഗ് ടു സ്റ്റേറ്റ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഇന്ററാക്ഷൻ പെർസ്പെക്റ്റീവ്. ഫീഡ്ബാക്ക് എന്നാൽ എന്താണ്? അതൊരു നെവർ ഇന്റൻഷണൽ ആണോ, സംടൈംസ് അൺഇന്റൻഷണൽ ആണോ, ഓൾവേസ് അൺഇന്റൻഷണൽ ആണോ, സെൽഡം യൂസ്ഫുൾ ആണോ? അപ്പൊ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്യൂട്ട് ചെയ്യുന്നത്? സംടൈംസ് അൺഇന്റൻഷണൽ, ഓപ്ഷൻ ബി. അപ്പൊ ഇങ്ങനെയൊക്കെ ട്രിക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നിങ്ങളെ ഒരുപാട് സ്ഥലത്ത് പഠിച്ചു കാണും. നഴ്സിംഗ് എഡ്യൂക്കേഷനിലും എവിടേക്കോ വരേണ്ട കാര്യമല്ല ഇത്. സത്യം പറഞ്ഞാൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ വരേണ്ട കാര്യമല്ല. മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. എന്നാലും മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ സെൽഫ് ആക്ച്വലൈസേഷൻ, ഓപ്ഷൻ ബി സെൽഫ് എസ്റ്റീം, ഓപ്ഷൻ സി ഫിസിയോളജിക്കൽ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പൊ ഏതാണ് ആൻസർ? നിങ്ങൾക്കറിയാം മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞാൽ 1943
തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ കൊണ്ടുവന്ന അബ്രഹാം മാസ്ലോ ആണെന്നും ആ മാസ്ലോ മോട്ടിവേഷൻ തിയറി ഹ്യൂമൻ നീഡ്സിനെ കുറിച്ച് പുള്ളി നീഡിനെ കുറിച്ചാണ് പുള്ളി പറഞ്ഞതെന്നും അതിന്റെ 5 ലെവൽസ് ഉണ്ടെന്നും സെൽഫ് ആക്ച്വലൈസേഷൻ, എന്താ പറയാ, ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് എല്ലാം വരും അല്ലെ, ഓൾ ഓഫ് ദ എബവ്. ഇനി അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹെറാർക്കി ഓഫ് നീഡ്, ഹയസ്റ്റ് നീഡ് എന്താണ്? ഹയസ്റ്റ് ലെവൽ, ഹയസ്റ്റ് ഫിസിയോളജിക്കൽ നീഡ് ആണോ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണോ, ലവ് ആൻഡ് അഫെക്ഷൻ ആണോ, അതോ സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ? അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ ഡി, സെൽഫ് ആക്ച്വലൈസേഷൻ.